പാക് നയതന്ത്രജ്ഞന് ചെന്നൈ NIA കോടതിയുടെ സമൻസ് ഒക്ടോബർ 15-ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് അമീർ സുബൈർ സിദ്ദിഖിക്ക് നോട്ടീസ് കൊടുത്തത്. സിദ്ദിഖി ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായി NIA കണ്ടെത്തിയിരിക്കുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. റഹീസ്, ഒരു പാകിസ്ഥാനി പൗരനെ ഇവിടെ നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് കൊണ്ടുവരുന്നത് അത്ര പ്രായോഗികമാണോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് എസ് കെ. അതത്ര പ്രായോഗികമല്ല. അതിനപ്പുറത്തേക്ക് ഒരു പാക് ഡിപ്ലോമാറ്റിനെ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും NIA അത്തരത്തിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതും ആദ്യമായിട്ടായിരുന്നു. ഇത് ഈ 2008 മുതൽ 2014 വരെ അദ്ദേഹം ഈ കൊളംബോയിലാണ് അവസാനമായിട്ട് ഇത്തരത്തിൽ ഡിപ്ലോമാറ്റായി വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, അത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇദ്ദേഹം ചില ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടു എന്നുള്ളതിൻ്റെ സൂചന അന്ന് തന്നെ NIAക്ക് ലഭിച്ചിരുന്നു. ഇദ്ദേഹത്തിനെ ബോസ് എന്നാണ് അറിയപ്പെടുന്നത്. ചെന്നൈയിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് 4 പേർ പ്രവർത്തിച്ചിരുന്നു. ഈ ചാരപ്രവൃത്തി നടത്തുന്ന 4 പേർ ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അവരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഇയാളെക്കുറിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും മുംബൈയിലെ നേവൽ ബേസ്, ഒപ്പം തന്നെ ചെന്നൈയിലെ എയർഫോഴ്സ് സ്റ്റേഷൻ, US എംബസി, ഒപ്പം തന്നെ മറ്റു ചില പ്രദേശങ്ങളൊക്കെയും കടൽ മാർഗം ആക്രമിക്കാൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ NIAക്ക് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിനെ, ഒരു പാക് ഡിപ്ലോമാറ്റിനെ ആദ്യമായിട്ട് ഇന്ത്യ NIA മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇദ്ദേഹം 2014 ശേഷമുള്ള ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. അദ്ദേഹം പാകിസ്ഥാനിലുണ്ട് എന്നാണ് നിലവിൽ NIA കരുതുന്നത്. അതിനുശേഷം എവിടെയെങ്കിലും അദ്ദേഹം ഡിപ്ലോമാറ്റായി പ്രവർത്തിച്ചതായി അറിയില്ല. ഇദ്ദേഹം തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തി ചിലരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അടക്കം NIA തേടുകയുണ്ടായി. അങ്ങനെ ഒരു 10 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ NIAക്ക് ലഭിക്കുന്നത്. അതിന് പിന്നാലെ ഇദ്ദേഹം ഈ ഇസ്രായേൽ കോൺസുലേറ്റ് അടക്കം ആക്രമിക്കാൻ പദ്ധതിയിട്ട വിവരം NIAക്ക് ലഭിക്കുന്നു. അതിനുശേഷമാണ് അമീർ സുബൈർ സിദ്ദിഖി ഇപ്പോൾ NIA കോടതിയിൽ ഹാജരാകണം എന്ന് അറിയിച്ചുകൊണ്ട് ഈ NIA ഒരു പരസ്യം, ഒരു നോട്ടീസ് നൽകുന്നു. അത് പിന്നീട് ഒരു പരസ്യമായിട്ട് മാറുന്നു. ഇന്ന് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെയും ഇത്തരത്തിലൊരു പരസ്യമായി വരുന്നു. ഒപ്പം തന്നെ നാഷണൽ മീഡിയകളിലൊക്കെ, നാഷണൽ ന്യൂസ് പേപ്പറുകളിലൊക്കെയും ഇത് പരസ്യമായി വരുന്നു. അങ്ങനെ ഇതാണ് അദ്ദേഹം ഒക്ടോബർ 15-ന് ചെന്നൈയിലെ NIA പ്രത്യേക കോടതി, അത് പൂന്നമല്ലയിലെ കോടതിയാണ്, ആ കോടതിയിൽ ഹാജരാകണമെന്ന് അറിയിച്ചുകൊണ്ടാണ് അസാധാരണമായിട്ടുള്ള സമൻസ് അയച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഹാജരാകാൻ ഒട്ടും സാധ്യതയുമില്ല. അന്വേഷണം കാര്യമായി പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.